is a consistent estimator for sigma square. Examine whether S square എന്ന് പറയുന്നത് സാമ്പിൾ വേരിയൻസ് ആണ്. S square വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. S square sample variance is a consistent estimator for sigma square population variance taken from the samples of the normal population, the mean mu and the standard deviation sigma. Okay. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത് എസ് സ്ക്വയർ സിഗ്മ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ് ഇസ് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഫോർ sigma square. ഇതാണ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എസ് സ്ക്വയർ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഫോർ സിഗ്മ സ്ക്വയർ ആവണമെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ആസ് n tends to infinity, E of S square tends to sigma square and V of S square tends to 0. ഈ രണ്ട് കണ്ടീഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. check whether as n tends to infinity, E of S square tends to sigma square and V of S square tends to 0. As n tends to infinity, E of S square tends to sigma square and V of S square tends to 0 ആണെങ്കിൽ നമ്മൾ പറയും S square is a consistent estimator for sigma square എന്ന് പറയും. അപ്പോൾ നമുക്ക് എസ് സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതാം. എസ് സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എസ് സ്ക്വയർ വരുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനിലാണ്? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ. നമുക്കറിയാം എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ follows the chi-square distribution with the n-1 degrees of freedom. Follows the chi-square distribution with the n-1 degrees of freedom. അപ്പോൾ n square by sigma square follows the chi-square distribution with the n-1 degrees of freedom ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും E of n square by sigma square, അതായത് mean of n square by sigma square എന്ന് പറയുന്നത് എന്താണ്? n-1 ആണ്. That is square equal to n-1. E of n square by sigma square equal to n-1. ഇവിടെ n by sigma square independent of s square ആയതുകൊണ്ട് നമുക്ക് അതിനെ എക്സ്പെക്ടേഷനിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ n by sigma square into E of s square equal to n-1 എന്ന് കിട്ടും. then E of s square നമുക്ക് വേണ്ടത് E of s square ആണ് വേണ്ടത്. അപ്പോൾ E of s square equal to n-1. ഇവിടുത്തെ ഡിനോമിനേറ്ററിലെ സിഗ്മ സ്ക്വയറിന് അപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ ഇൻറ്റു സിഗ്മ സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ n എന്നുള്ളത് അപ്പുറത്തേക്ക് വരും, സോറി ഇൻറ്റു n എന്നുള്ളത് ന്യൂമറേറ്ററിലെ n അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും. അപ്പോൾ n-1 ബൈ n ഇൻറ്റു സിഗ്മ സ്ക്വയർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആസ് n tends to infinity, നമുക്ക് ഇപ്പോൾ E of s square എന്ന് പറയുന്നത് n-1 ബൈ n ഇൻറ്റു സിഗ്മ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് ആസ് n tends to infinity, E of s square tends to sigma square ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ആസ് n tends to infinity, E of s square equal to limit as n tends to infinity. ഇതിനെ n-1 ബൈ n നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. n ബൈ n മൈനസ് 1 ബൈ n എന്ന് എഴുതാം. n ബൈ n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 ബൈ n ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. 1 മൈനസ് 1 ബൈ n ഇൻറ്റു സിഗ്മ സ്ക്വയർ. then n tends to infinity അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് 1 മൈനസ് 1 ബൈ ഇൻഫിനിറ്റി വരും. 1 ബൈ ഇൻഫിനിറ്റി ഈസ് 0. അപ്പോൾ 1 minus 0, that is 1 into sigma square, that is equal to sigma square. So as n tends to infinity, E of s square tends to
sigma square. നമുക്ക് n tends to infinity ആകുമ്പോൾ e of s square tends to sigma square ആണ് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? b of s square കണ്ടുപിടിക്കണം. വേരിയൻസ് ഓഫ് s square. നമുക്കറിയാം chi square ഡിസ്ട്രിബ്യൂഷനിൽ വേരിയൻസ് എന്ന് പറയുന്നത് ഡബിൾ ഓഫ് മീൻ ആണ്, അതായത് 2 times മീൻ. It is 2 into n minus 1 ആയിരിക്കും. chi square ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് n minus 1 ആണ്. അപ്പോൾ വേരിയൻസ് എന്തായിരിക്കും? 2 into n minus 1. അപ്പോൾ b of s square equal to b of s square, sorry s square അല്ല b of ഇവിടുത്തെ വേരിയബിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് n s square by sigma square ആണ്. അപ്പോൾ b of n s square by sigma square equal to 2 into n minus 1. അപ്പോൾ n by sigma square നമ്മൾ ഔട്ട്സൈഡ് എടുക്കും. അപ്പോൾ n by sigma square into b of s square, സോറി ഇവിടുത്തെ വേരിയൻസിൻ്റെ കേസിൽ നമ്മൾ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് മാത്രമായിട്ടല്ല ഔട്ട്സൈഡ്, കോൺസ്റ്റന്റിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കേണ്ടത്. അതായത് b of cx equal to c square into b of x ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എങ്ങനെ വരും? n square by sigma raised to 4. b of s square equal to 2 into n minus 1. Therefore b of s square equal to 2 into n minus 1 divided by n square into sigma raised to 4. That is, so നമുക്ക് b of s square equal to 2 into n minus 1 divided by n square into sigma raised to 4 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? as n tends to infinity b of s square tends to 0 ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് എടുത്ത് നോക്കാം. n tends to infinity ചെയ്യും. അപ്പോൾ as n tends to infinity b of s square equal to limit as n tends to infinity 2 into n minus 1 divided by n square into sigma raised to 4. ഇവിടെ എങ്ങനെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വരുന്നത്. ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ നോക്കാം 2 into n minus 1 by n square. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് ഇൻഫിനിറ്റി വരുന്നത്, ഇവിടെ ഇൻഫിനിറ്റി വരും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 1 by n minus 1 by n square എന്ന് വരുന്നത്. അതായത് 2 into 1 by n എന്ന് ക്യാൻസൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 1 by n minus 1 by n square വരും. അപ്പോൾ ഇൻഫിനിറ്റി ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. രണ്ടും 1 by infinity എന്നുള്ള ഫോമില വരുന്നത്. അപ്പോൾ 2 into 0, 2 into 0 is 0, 0 into sigma raised to 4 is 0. അപ്പോൾ this is equal to 0. നമുക്ക് കിട്ടിയത് as n tends to infinity e of s square tends to sigma square and b of s square tends to 0. അപ്പോൾ നമുക്ക് കിട്ടി as n tends to infinity e of s square tends to sigma square and b of s square tends to 0. Therefore s square is a consistent estimator for sigma square. S square is a consistent estimator for sigma square. S square is a consistent estimator for sigma square. Okay.